നിലവിലിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ചതുപ്പുള്ള സ്ഥലത്ത് നിന്ന് ആന ഒരല്പം കുറച്ചായി ഒരു സ്ഥലത്തേക്ക് മാറിയാലാണ് അതിനെ മയക്കുവെടി വെച്ച് പിടിക്കുന്ന നടപടി ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ആന ഈ സമയത്ത് നിൽക്കുന്നിടത്ത് വെടിവെച്ചാൽ ചതുപ്പായതുകൊണ്ട് അത് ഓടുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നാല് ചുറ്റിലും വഴികളും സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അതത്ര സുരക്ഷിതമല്ല. അപ്പോൾ അവിടെ നിന്ന് ഒരല്പം വലത്തേക്ക് മാറിയിട്ട് മയക്കുവെടി വെച്ച് അതിനെ പിടിച്ച് തിരിച്ച് കർണാടക ഫോറസ്റ്റിന് സൈഡിലേക്ക് ഇടാനാണ് നിലവിൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. വിവരം അവരെ അറിയിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരും സജ്ജീകരണങ്ങൾ എത്തിയിട്ടുള്ളത് കൂടാതെ മുത്തങ്ങിയിൽ നിന്ന് ആവശ്യം വന്നാൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കുങ്കിയാനകളും സ്ഥലത്തേക്ക് എത്തുന്നു. രാഹുലുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ കറക്കമാണ് ഇപ്പോൾ ഉറക്കമാണെന്ന് തോന്നുന്നു. ഉറക്കമല്ല, അല്പസമയം മുമ്പ് ഒരു ഉറക്കമായിരുന്നു. ഇപ്പോൾ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട്. നമ്മളെ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. ആന എഴുന്നേറ്റതിന് ശേഷം അവിടെ ചെറിയൊരു തെങ്ങുണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് ഓലകളൊക്കെ പൊട്ടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നല്ല വെയിലുള്ള സമയമാണ്. ഒരു 10 മിനിറ്റ് മുമ്പ് വരെ ആന ഇവിടെ ഇപ്പോൾ കാണുന്ന ആ സ്ഥലത്ത് നിന്ന് കുറച്ച് ഇടതുഭാഗത്തേക്കായി മാറി അവിടെ മരക്കൂട്ടമാണ്, നല്ല തണലുള്ള സ്ഥലമാണ്. അവിടെ ആന ഉറങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് എഴുന്നേറ്റ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നീങ്ങുകയാണ്. ഈ നേരെ പോകുന്നത് മാനന്തവാടി പ്രധാന ടൗണിലേക്കാണ്. അതായത് മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡ്, ആ ഡയറക്ഷനിലാണ് ആന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മുൾമുനയിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം തുടരുകയാണ്. കാരണം രാവിലെ മുതൽ തന്നെ ആന മാനന്തവാടി ടൗണിലൂടെ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇവിടെ ഈ ഒരു താഴ്ന്ന പ്രദേശമാണ്, കണ്ടം അതുപോലെ വാഴക്കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ വന്ന് ആന നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 3 മണിക്കൂറിലധികമായി ശാന്ത സ്വഭാവനായി നിൽക്കുന്നു എന്നതാണ് ആശ്വാസമായി നിൽക്കുന്ന ഒരു സാഹചര്യം. വീണ്ടും ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. തെങ്ങോല അത് പൊട്ടിച്ചെടുത്ത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അല്പസമയം വിശ്രമിച്ചിരുന്നു, അല്പസമയം മയങ്ങിയിരുന്നു, ഇപ്പോൾ വീണ്ടും എണീറ്റിട്ടുണ്ട്, ഓലയൊക്കെ തിന്നുകയാണ്. ഇപ്പോൾ രാഹുൽ, മയക്കുവെടി വെക്കാനാണ് തീരുമാനം. ഈ നിൽക്കുന്ന പ്രദേശം അതിന് അനുയോജ്യമാണോ? ഒന്ന്, ഇപ്പോൾ ഒരുപക്ഷെ മയക്കുവെടി വെച്ചാൽ ആന എങ്ങനെ റിയാക്ട് ചെയ്യും നമുക്കറിയില്ല. അപ്പൊ ഇതിനടുത്തൊക്കെ വീടുണ്ടോ ഇപ്പൊ ആന നിൽക്കുന്ന സ്ഥലത്തിന്റെ? അതെ, നിലവിൽ ഇതൊരു താഴ്ന്ന പ്രദേശമാണ്, ഒരു കണ്ടമാണ്, അതുപോലെ വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ആനയെ മയക്കുവെടി വെക്കുകയാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇത് തന്നെയാണെന്ന് പറയേണ്ടതായി വരും. കാരണം ഇവിടെ നിന്ന് ആന ഏത് ഭാഗത്തേക്ക് നീങ്ങിയാലും നേരെ റോട്ടിലേക്കാണ്, നഗരത്തിലേക്കാണ് എത്തുക. അപ്പോൾ ആ മേഖലകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആനയെ വനത്തിലേക്ക് തുരത്തുകയോ അല്ലെങ്കിൽ മയക്കുവെടി വെക്കുകയോ ചെയ്യുന്നത് സാധ്യമുള്ള കാര്യമല്ല. അപ്പോൾ അനുയോജ്യമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ 4 ഭാഗത്തു നിന്നും ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആനയുടെ ഓരോ ചുവടുകളും എന്നവണ്ണം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മയക്കുവെടി വെച്ച് മാത്രമേ ലോറിയൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടിയൊക്കെ ആനയെ പിന്നീട് മറ്റു വനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതായാലും പക്ഷേ ഒരു ദൗത്യം ഇവിടെ വെച്ച് തന്നെ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന സംശയമാണ്. ആന മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമറയിൽ ഇതിന് മുൻപ് വരെ ഉണ്ടായിരുന്നു, പക്ഷേ ക്യാമറയിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. ആ മരങ്ങൾക്ക് പിറകിലായി ആന വീണ്ടും മുന്നോട്ടേക്ക് സഞ്ചരിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന റോഡ്, ആ മേഖല ഈ കുന്നു കയറി മുകളിലെത്തി കഴിഞ്ഞാൽ റോഡാണ് വരിക. ആന ആ ഭാഗത്തേക്ക് വീണ്ടും പോയിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിൻ്റെ പിന്നാലെ അതുപോലെ മുന്നിലൊക്കെ നിന്ന് 4 ഭാഗത്തു നിന്നും നിരീക്ഷണം തുടരുകയാണ്.